മണ്ഡലങ്ങൾ 194 സ്ഥാനാർത്ഥികൾ അവർ ഇന്ന് ജനവിധി തേടുകയാണ്. അതിന്റെ പോളിംഗ് ശതമാനമാണ് ഏറ്റവും ഒടുവിൽ സ്ക്രീനിൽ കാണുന്നത്. 33.41% ആ പോളിംഗ് ശതമാനം, ആ ഫിഗർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അത് തൊട്ടു മുമ്പുള്ള കണക്കാണ്, ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്ക്. ഞാൻ നേരെ ചാലക്കുടിയിലേക്ക് പോവുകയാണ്. ചാലക്കുടിയിൽ അവിടെ ചാലക്കുടി മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ആലുവയിൽ നിന്ന് ആജ്ഞ ചേരുന്നുണ്ട്. ആജ്ഞ, അതിനു മുമ്പ് ഇപ്പോൾ തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ രാവിലെ കണ്ണൂരിൽ വോട്ട് ചെയ്ത ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി. അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട്. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥിയുടെ വാക്കുകളിലേക്ക്. നല്ല പോളിംഗ് ശതമാനമുണ്ട്. ഞങ്ങളിപ്പോൾ കയറിയപ്പോൾ തന്നെ ബോധ്യമായി. ഞാനൊന്ന് വോട്ട് ചെയ്യാൻ പോയതായിരുന്നു. എൻ്റെ വോട്ട് കണ്ണൂരാണ്. കണ്ണൂരിൽ വോട്ട് ചെയ്ത് ഞാൻ വരികയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ നമ്മൾ വിസിറ്റ് തുടങ്ങി. അപ്പം ആളുകൾ മുഴുവൻ വളരെ ആവേശത്തിൽ പോൾ ചെയ്യുകയാണ്. ഈ കൊടും ചൂടിലും പോളിങ്ങിന് ക്യൂവിൽ നിൽക്കുന്നതിൽ ഒരു പ്രയാസം ആളുകൾക്കില്ല. കാരണം അവരുടെ മനസ്സിൽ കൃത്യമായി ഒരു അജണ്ടയുണ്ട്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്നത്തെ സ്ഥിതി അത് വളരെ പ്രസക്തമാണ് അവരുടെ മുന്നിൽ. ഇവർ പലരും, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പലരും മനസ്സിനകത്ത് ഒരു നോവുകാരി നടക്കുക. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പരസ്യമായി ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ നമ്മുടെ മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥിതി എന്താണെന്നുള്ളത് അവരെ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവർ വാശിയോടെ പോളിങ്ങിന് എല്ലാവരും വന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമാണ്, വളരെ അനുകൂലമാണ് നമുക്ക്. കാരണം നമ്മുടെ നിലപാടുകളാണ് ശരിയെന്ന് അവർക്കറിയാം. നേരത്തെ ഞാൻ കേട്ടു, നമ്മുടെ എൻ്റെ സുഹൃത്ത് ശശി തരൂർ 15 വർഷമായി ഇവിടെ MP ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഒരു ബുക്കുണ്ടെന്ന് കാണിച്ച് ആ ബുക്കിൻ്റെ അകത്തുള്ളതെല്ലാം ഒന്നും സ്ഥായിയായ കാര്യങ്ങളല്ല, പലതിൻ്റെയും ഉടമസ്ഥാവകാശം അദ്ദേഹം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പിന്നെ വലിയ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, പുസ്തകവും ഇവിടെ ലഭിച്ചിരിക്കുന്ന പദ്ധതികളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അറിയാം. കാരണം കാരോട് റോഡിന്റെ എല്ലാം ഉടമസ്ഥാവകാശം ഏറ്റെടുത്താൽ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി നേരത്തെ സംസാരിക്കുമ്പോൾ. അങ്ങനെ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല. 15 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മറുപടി കൊടുക്കും. അതുകൊണ്ട് വിഷമിച്ചിരുന്ന കാര്യം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുന്നു. ജനങ്ങൾ ആ വോട്ട് വാങ്ങുന്നു. ആ വോട്ട് വാങ്ങിയ ജനങ്ങളോട് നീതി കാട്ടണം. നീതി കാണിക്കാതെ ഇപ്പൊ ഒരുപാട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യം, ഇപ്പൊ രണ്ടുപേരും ഒരേ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. രണ്ടുപേരും ക്രോസ് വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ടുപേരും പറഞ്ഞ ക്രോസ് വോട്ടിങ്ങിനാണ്. അതിന്റെ അർത്ഥം എന്താ? രണ്ടുപേർക്കും കാര്യം ബോധ്യമാണ്. അവർ രണ്ടുപേരും തുല്യ ദുഃഖിതരായി നിൽക്കുകയാണ്. ക്രോസ് വോട്ടിംഗ് പറഞ്ഞ് രക്ഷപ്പെടണം, ജയിക്കും എന്ന് അവർക്ക് രണ്ടുപേർക്ക് ഒരു വിദൂര സ്വപ്നം പോലും ഉണ്ടാകാൻ വിചാരിച്ചില്ല. ഇനി അവർക്ക് ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം, ആ മത്സരം നടക്കട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഞാനൊരു ക്രിക്കറ്റിന്റെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയാതിരിക്കാൻ നല്ലത്. അത് പറഞ്ഞാൽ വളരെ മോശമാണ്. ക്രിക്കറ്റ് പഴയ ഓർമ്മകൾ പലതും പുറത്തേക്ക് വന്നു. ഞാൻ ക്രിക്കറ്റിന്റെ കാര്യമല്ല, ഞാൻ ഫുട്ബോളിന്റെ കാര്യമാണ് ഓർക്കുന്നത്. ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ക്രിക്കറ്റ് ഞാൻ സ്ഥിരമായി കാണുന്നതാണ്. അതുകൊണ്ട് ക്രിക്കറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഫുട്ബോളിൽ, ലോക ഫുട്ബോളിൽ ഇപ്പം മികച്ചു നിൽക്കുന്ന മെസ്സി തന്നെയാണ്. മെസ്സിയുടെ ഇടംകാലം ഷോട്ടില്ലേ, ആ ഷോട്ട് ഏത് വലിയ ഗോൾ കീപ്പറെയും കടന്ന് പോസ്റ്റകത്തേക്ക് പോയി പതിക്കും. അത് ഉറപ്പാണ്. അത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി, ജനങ്ങളുടെ പുറത്തു നിന്നുള്ള ആരവം എന്റെ ഗ്രൗണ്ടിലേക്ക് എന്റെ ചെവിയിൽ വന്ന് വലക്കുമ്പോൾ അത് ഉറപ്പാണ്. എന്റെ മനസ്സിലുള്ള ഊർജം കൂടുകയാണ്. അത് നല്ല ഗോളായി മാറുമെന്ന കാര്യം തർക്കമേ ഇല്ല. എനിക്കും വലിയ ബഹുമാനമാണല്ലോ. അദ്ദേഹത്തോട് എനിക്കും ബഹുമാനമാണ്. ബഹുമാനം കൂടിയല്ലേ ശശി തരൂർ?
അദ്ദേഹം വലിയ ചിന്തകനാണ്, വലിയ എഴുത്തുകാരാണ്. പക്ഷെ പ്രാഥമിക പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടത്ര പിടിപാടില്ലാന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസമുള്ളൂ. ഞാനും അദ്ദേഹം തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ അങ്ങനെ ഒന്നുണ്ട്. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്. എനിക്ക് നമ്മുടെ ജനങ്ങൾ യൂണിവേഴ്സിറ്റി അറിയും. അത് തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഈ കാര്യത്തിന് കാണും, ഉറപ്പല്ലേ? അത് സാധാരണഗതിയിൽ നമ്മൾ പോയിട്ട് വോട്ട് ചോദിക്കണമെങ്കിൽ വോട്ട് ചെയ്തിട്ടല്ലേ വോട്ട് ചോദിക്കുക, സ്വാഭാവികമായും ചെയ്യുന്നത്. അതല്ലെങ്കിൽ മനസ്സിൽ ഒരു സാധാരണക്കാരൻ ഒരു അപരാധബോധം കാണൂലേ? അദ്ദേഹത്തിന് അപരാധബോധമൊന്നും കാണൂല. അദ്ദേഹം ബിസിനസ്സിൽ മാറി മാറി ഓരോന്ന് പൊളിച്ച് മറ്റൊരു ബന്ധു പോയിട്ട് ചേരുന്നതല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും കാണില്ല. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുക, കാരണം ഒരു വലിയ ബിസിനസ്സുകാരനല്ല, അദ്ദേഹത്തെ ബഹുമാനിക്കുക. അവിടെ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്, രണ്ടുപേരും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹം പറഞ്ഞ 2008 നമ്മൾ തമ്മിൽ കണ്ടിരുന്ന എനിക്കറിയില്ല. വിജയ് മല്യയുടെ കൂടെ ഒന്ന് കണ്ട കൂട്ടത്തിൽ ഇയാളുണ്ടായിരുന്നു എനിക്കറിയില്ല. വിജയ് മല്യ ഒരു ദിവസം ഒരു പ്രസന്റേഷനുമായിട്ട് വന്നിരുന്നു. ആ പ്രസന്റേഷൻ ഞാൻ റെഫ്യൂസ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടപ്പം ഇദ്ദേഹം കൂടി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, എനിക്കത് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ്. എന്തായാലും രണ്ടും നല്ല മനുഷ്യന്മാരാണ്. നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ വേണമല്ലോ. പക്ഷെ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ള ഒന്നാണ്, നമ്മുടെ രാജ്യം നിലനിൽക്കണം, നമുക്ക് മാനമായി ജീവിക്കാൻ കഴിയണം, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പോലെ രാജ്യത്താകെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാൻ. ജീവൻ പോലും കൊടുത്തും നിലനിർത്താൻ തയ്യാറായിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഞാൻ നിൽക്കുക. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ വേറെ ഒരു അഭിമാനമല്ലാതെ മറ്റൊരു അഹങ്കാരത്തിന്റെ ഭാഷ എന്റെ അടുത്തില്ല. അഹങ്കരിക്കാൻ ഞാനില്ല. അഹങ്കരിക്കുന്നത് ഒരു പൊതുപ്രവർത്തനം നല്ലതുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങളോട് പറയാനുള്ളത്. വേറെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് ദിവസം ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ടൊരു വിവാദം വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഇ.പിനെ തള്ളുകയും ചെയ്തു. പ്രകാശ് ജാവദേക്കർ ഇ.പി കണ്ട വിഷയവുമായി ബന്ധപ്പെട്ട് അല്ല, ഞാൻ ചോദിക്കട്ടെ. ഇന്നലെയാണ് ആ പറയുന്ന വിഷയം പറഞ്ഞത്. ഇന്നലെയാണ്. നിങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ. 2021 നമ്മളെ മുമ്പിൽ നിന്ന് മറന്നുപോയോ? മറന്നുപോയി കാണില്ല. നിങ്ങൾ ആരും മറന്നുപോയി കാണില്ല. അന്ന് നമ്മുടെ നാട്ടിൽ വന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടിക്ക് വന്ന ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്റെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞേക്കുന്ന ഒരു ആരോപണമുണ്ട്. ബിരിയാണി ചെമ്പിന്റെ അകത്ത് കൊണ്ടുപോയ സ്വർണ്ണക്കട്ടി. എവിടെ പോയി ബിരിയാണി ചെമ്പ്? എവിടെ പോയ സ്വർണ്ണക്കട്ടി? അന്നത്തെ ആരോപണങ്ങളിൽ എവിടെ പോയി? ആരോപണങ്ങളുടെ പെരുമഴ പെയ്ത കാലല്ലേ. നമ്മൾ തന്നെ സത്യം പറഞ്ഞാൽ വിറച്ചു പോയിരുന്നു ഈ ആരോപണ പെരുമഴയിൽ നമുക്ക് വല്ലതും സംഭവിക്കുമെന്ന്. പക്ഷെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, നിങ്ങളാണ് ശരി, നമുക്ക് 99 സീറ്റ് അധികാരത്തിൽ വീണ്ടും വന്നു. ഇത് മറക്കരുത്. അതുകൊണ്ട് ആരോപണം എന്ന് പറഞ്ഞിട്ട് വിരട്ടി നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ആരോപണത്തിന്റെ കാര്യം അത് നിങ്ങൾക്കറിയാം. അതിന്റെ അല്പായുസ് മാത്രമേ ഉള്ളൂ. ആ ആയുസ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ ആയുസ് കഴിഞ്ഞ്, ഇന്ന് കഴിഞ്ഞാൽ തീർന്ന്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയില്ല ആ കാര്യത്തെ കുറിച്ച്. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ അത്രമാത്രം മനസ്സൊന്നിന് വരിക, അവരെ പ്രതിഷേധം കാണിക്കാൻ വരിക. ഇപ്പൊ ശശി തരൂർ പറയുന്ന മാതിരിയൊന്നുമല്ല. ഞങ്ങൾ പറഞ്ഞിരുന്ന ഇന്ത്യ